ആദരണീയരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും സുഹൃത്തുക്കളും, നാളെയായിരുന്നു എന്നെ നോട്ടീസ് പ്രകാരമുള്ള പരിപാടി. ഞാനൊരു സിനിമയുടെ പ്രവർത്തനമായിട്ട് നടക്കുന്ന സമയമായതുകൊണ്ട് നാളെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് ഇന്നെങ്കിലും വരണമെന്നാണ്. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞാൽ ഞാൻ ഇതും കേൾക്കും. കോൺഗ്രസ് അല്ല ലീഗാവും. അത്ര ബഹുമാനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്താണ് ഷെയ്ഖ്. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് വരാം എന്ന് പറഞ്ഞു. ഞാൻ CPM-ന്റെ പഠന കോൺഗ്രസ്സിൽ പങ്കെടുത്ത ആളാണ്. വികസനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ചർച്ചകൾ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകൾ കേരളത്തെ മുന്നോട്ട് നയിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ വേഗത്തിൽ മാറുന്ന ഒരു കേരളമാണ് നമുക്കുള്ളത്. കേരളത്തെക്കുറിച്ച് പലപ്പോഴും മലയാളി തന്നെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞത് തന്നെ ഗൾഫിൽ ചെന്നപ്പോഴാണ്. അറബിയുടെ 4 തെറി കേട്ടപ്പോഴാണ് ഞാൻ മലയാളിയാണെന്നുള്ള ബോധം എനിക്കുണ്ടായത്. അപ്പോഴാണ് പിന്നീട് ഈ മലയാളി ആരാണ് എന്ന് അന്വേഷിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ടോ എന്ന് സ്വയം ആലോചിക്കാൻ തുടങ്ങുന്നത്. പൊതുവെ മലയാളികൾ ഭീരുക്കളാണ് എന്നൊരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ എന്തോ ഒരു തരത്തിലുള്ള വിധേയത്വം, തങ്ങളെക്കാൾ കൂടുതലായിട്ട് വലിയ ആളുകൾ അപ്പുറത്തുണ്ട് എന്നൊരു തോന്നല് മലയാളിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് സത്യസന്ധമല്ല. ഇത് എങ്ങനെയാണ് മലയാളിയിൽ ഉണ്ടാകുന്നത് എന്നും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ്. പലപ്പോഴും വിദ്യാഭ്യാസം അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടായ കാരണങ്ങൾ തന്നെയാണ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എന്ന് പറയുമ്പോൾ നമ്മളെ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ നിയന്ത്രിക്കുന്നത് യൂറോപ്യൻ കേന്ദ്രീകൃതമായ ചിന്തകളാണ്. 1954 W.L. ജെയിംസ് എന്ന് പറഞ്ഞ ഒരു നോർത്ത് ആഫ്രിക്കൻ ഒരു പുസ്തകം എഴുതുകയുണ്ടായി. സ്റ്റോളൻ ലെഗസി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം എഴുതി കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു. താൻ ആ പുസ്തകം എഴുതിയ ഒറ്റ കാരണങ്ങൾ കൊണ്ട് താൻ ജീവിക്കുമോ എന്ന് ഭയമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംശയം ശരിയായിരുന്നു. 1 മാസം കഴിയുമ്പോൾ അദ്ദേഹം നോർത്ത് ആഫ്രിക്കൻ നഗരത്തിൻ്റെ സ്ട്രീറ്റിൽ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിട്ട് കഴുത്തറത്ത് മൊസൈനിക് നിഗൂഢ വധം എന്നാണ് പഴയ സൈദ്ധാന്തിക തലത്തിൽ ആ വധത്തിന് പറയുന്നത്. ഇവിടെ നിന്ന് അറത്ത് ഇവിടെ കൊണ്ടുവന്ന് ആളെ അവസാനിപ്പിക്കുക, നാവ് ഛേദിച്ചുകൊണ്ടാണ് ജെയിംസിനെ ആ പുസ്തകം എഴുതിയതിന് ശിക്ഷിക്കുക. ആ പുസ്തകം ഇപ്പോൾ വളരെ കുറവ് ആളുകളെ ഇവിടെ വായിച്ചിട്ടുണ്ടാവുള്ളൂ. കാരണം ഇവിടുത്തെ ബുദ്ധിജീവികളൊന്നും ജെയിംസിനെ അറിയില്ല. ഇവിടുത്തെ ബുദ്ധിജീവികൾക്കൊന്നും ജെയിംസിനെ അറിയേണ്ട ആവശ്യവുമില്ല. ജെയിംസ് എഴുതിയ അപകടകരമായിട്ടുള്ള ചിന്തകൾ ഇവിടെ വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. ജെയിംസ് ആദ്യമായി ചോദ്യം ചെയ്തത് ഗ്രീക്ക് ചിന്തകളുടെ അടിസ്ഥാനത്തെ തന്നെയാണ്. റോമൻ ഗ്രീക്ക് ചിന്തകളുടെ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ജെയിംസ് തൻ്റെ സ്റ്റോളൻ ലെഗസി എഴുതിയത്. അത് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്ന തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ ചിന്തയിലെ അടിമത്തം, ഈ ചിന്തയിലെ വിധേയത്വം,
ഈ ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് മാറണമെങ്കിൽ കരിക്കുലത്തിലെ കൃത്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ആവശ്യമാണ്. അല്ലെങ്കിൽ കരിക്കുലം എന്ന് മാറുന്നു, അന്നല്ലാതെ ഈ വിധേയത്വത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. എല്ലാ യൂണിവേഴ്സിറ്റികളും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇയാളുടെ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഫോട്ടോ, ജെയിംസിൻ്റെ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി ഇൻ്റർനെറ്റ് മുഴുവൻ തപ്പിയിട്ട് എവിടെയും ജെയിംസിൻ്റെ ഫോട്ടോ കിട്ടിയില്ല. വളരെ ദൂരം നിന്നുള്ള മരിച്ച ആളല്ല. അദ്ദേഹത്തിൻ്റെ കോളേജിൽ പോലും അത്തരത്തിലില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടകരമായുള്ള 21-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടിൽ നിന്ന് വിഭിന്നമാകുന്നത് ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിൽ വമ്പിച്ച പ്രചരണമുണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ പ്രചരണത്തിൽ പ്രധാനമായിട്ടും വരുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുല്ലപ്പൂ വിപ്ലവം, ജാസ്മിൻ റെവല്യൂഷന്റെ പ്രധാന ഘടകമായിട്ട് ലോകത്ത് ഉരുത്തിരിഞ്ഞു വരുന്നത് ഈ ചിന്തകളുടെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇവിടെ കഴിഞ്ഞ 500 വർഷമായിട്ട് ഒരു മതത്തെ ഇരുട്ടിൻ്റെ ആഴത്തിൽ തള്ളിവിട്ടുകൊണ്ട്, എത്ര കണ്ട് യോജിപ്പുണ്ടാവുന്നൊന്നും ഞാൻ നോക്കുന്നില്ല, ഞാനുള്ള സത്യാവസ്ഥ. കഴിഞ്ഞ 500 വർഷമായിട്ട് കുരിശ് യുദ്ധത്തിന് ശേഷം വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് ഇസ്ലാമിനെ തള്ളിവിടുന്ന ഒരു കാഴ്ച ചരിത്രം പരിശോധിക്കുന്ന നോക്കുകയാണ്. ഞാൻ അടുത്ത കാലത്ത് ഒരു സുഹൃത്ത്, വലിയ ബുദ്ധിജീവിയൊക്കെ, അദ്ദേഹത്തിന് ഒരു പുസ്തകം വായിക്കാം. അദ്ദേഹം ചോദിച്ചു, ഇത് ശരിയാണോ? ഇത് ശരിയാണോ? അയാൾ എന്നോട് വീണ്ടും ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഹിസ്റ്റോറിക്കൽ പ്രൂഫ് വെച്ചിട്ട്, ചരിത്രപരമായുള്ള ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ചരിത്രത്തെ പുതിയ രീതിയിൽ വ്യാഖ്യാനം ചെയ്യുന്നു. പ്രബോധനത്തിൽ നമ്മളെ മുട്ടാണശ്ശേരി കോയക്കുട്ടി മൗലവി 60-ാം വാർഷിക പതിപ്പിൽ ലേഖനം എഴുതി, നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൽ അദ്ദേഹം പറഞ്ഞു, 52 പുസ്തകങ്ങൾ 10-ാം നൂറ്റാണ്ടിൽ രചിച്ച പുസ്തകങ്ങൾ അന്ന് അത് പ്രസിദ്ധീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു ഖലീഫ മൈമൂന്റെ കാലത്ത്. ആ പുസ്തകങ്ങൾ ഒരു പുസ്തകം 1890 എക്സാക്ട് കൊല്ലം എനിക്ക് ഓർമ്മയില്ല, 19-ാം നൂറ്റാണ്ടിലാണ് ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത്. ഇപ്പോ 52 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചു. 52 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചു. ഈ 52 പുസ്തകങ്ങളും 9-ാം നൂറ്റാണ്ടിൽ എഴുതിയ ശാസ്ത്ര വിജ്ഞാന മേഖലയിലുള്ള പുസ്തകങ്ങളാണ്. അപ്പോ ഇത് ഡാർക്കായിട്ടുള്ള ഒരു ക്ലോസ്ഡ് റിലീജിയനാണ്. ചോദ്യം എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ക്ലോസ്ഡ് റിലീജിയനിലെ പരിസരത്ത് നിന്ന് സിനിമ ഉണ്ടാക്കുക? ക്ലോസ്ഡ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ ആർക്കും ചെന്ന് അന്വേഷിക്കാൻ പറ്റാത്ത രീതിയിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റിലീജിയൻ. എങ്ങനെ ക്ലോസ്ഡ് ആയത്? ആർക്കും അന്വേഷിക്കാൻ നിശ്ചയമില്ല, ആർക്കും അന്വേഷിച്ച് പോകാൻ നിശ്ചയമില്ല, പുസ്തകങ്ങളില്ല, പുസ്തകങ്ങൾ നമ്മളെ പണ്ഡിതന്മാർക്ക് തന്നെ നിശ്ചയമില്ല. ഇപ്പോൾ ഒരു പുസ്തകം ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പോരുന്നത്, ഒരു പുസ്തകം ഞാനിപ്പോൾ 1020 എഴുതപ്പെട്ട പുസ്തകം, അതിൻ്റെ പേര് ദ ഒപ്റ്റിക് എന്നാണ്. കേട്ടിട്ടുണ്ടാവും ചിലരൊക്കെ. ദ ഒപ്റ്റിക്. ഒപ്റ്റിക് എന്ന് പറഞ്ഞാൽ കാഴ്ചയെക്കുറിച്ചുള്ള ആദ്യത്തെ മൗലിക ഗ്രന്ഥമാണ്. കിതാബുൽ മനായി അല്ലേ? ശരിയാണോ? ആണ് ആ പുസ്തകത്തിന്റെ പേര്. ഈ 5 വോളിയാണ്. അതിലാണ് കമൂറ ഒബ്സ്ക്യൂറ, കേട്ടിട്ടുണ്ടോ? കമൂറ ഒബ്സ്ക്യൂറ, പിൻഹോൾ ക്യാമറയുടെ ആദ്യകാല രൂപത്തെ ഇബ്നു ഹസൻ ഇബ്നു ഹൈത്തം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ വിവരിക്കുന്നത് ആ പുസ്തകത്തിലാണ്. ആ പുസ്തകം ആരും കണ്ടുവരില്ല, നമ്മളൊരു വലിയക്കന്മാർക്കും അറിയില്ല, ഒരു കിതാബ് ഓതിയൊരു കേട്ടിട്ടുമില്ല. ആ പുസ്തകത്തില് കമൂറ ഒബ്സ്ക്യൂറ മാത്രമല്ല, അതുവരെ ഉണ്ടായിരുന്ന കാഴ്ചയുടെ സിദ്ധാന്തത്തെ ലോകത്തിലെ
തിരുത്തി കുറിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത്, എങ്ങനെയാണ് കാഴ്ച സാധ്യമാകുന്നത് എന്ന് ആദ്യം പറഞ്ഞ ആള്, ശാസ്ത്രീയമായി പറഞ്ഞ ആള് ഹൈത്തമാണ്. ഹൈത്തം പറഞ്ഞു, ഒരു വസ്തുവിൽ നിന്നുള്ള വെളിച്ചം കണ്ണിൽ തട്ടി ആ വസ്തുവിൽ പ്രതികരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ കാഴ്ച ആ വസ്തുവിനെ നമ്മൾ കാണുന്നത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് പറഞ്ഞത് സൃഷ്ടിക്ക് ഇമേജസ് മാത്രമേ കാണാൻ കഴിയൂ. അവിടുന്നാണ് സിനിമ തുടങ്ങുന്നത്. എന്താണ്? സൃഷ്ടിക്ക് ഇമേജസ് മാത്രമേ കാണാമോ. ആ ഇമേജസ് തന്നെ റിയൽ അല്ല. ഞാൻ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ ഒരു കാഴ്ചയുടെ പൂർണ്ണതയല്ല ഞാൻ കാണുന്നത്. അവിടെ ബാക്കിലിരിക്കുന്ന ആളുകളെ പോലെയല്ല ഫ്രണ്ടിലിരിക്കുന്ന ആളുകളെ കാണുന്നത്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഇബ്നു ഹൈത്തം പറഞ്ഞു. അതിൽ മാത്രമല്ല അദ്ദേഹം എന്ത് പറഞ്ഞു? ഇരുട്ടറ കമൂറ ക്യാമറ കമൂറ, അതിലേക്ക് വെളിച്ചം കടത്തിവിട്ട് എങ്ങനെയാണ് കാഴ്ച സാധ്യമാകുന്നത്. പിന്നീട് 1200-ലൊക്കെയാണ് റോജർ ബേക്കനെ പോലെയുള്ള ആളുകൾ കണ്ണട പോലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോ ഈ തരത്തിൽ ഇദ്ദേഹം ആരാ? ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മളെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താതെ പോകുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹം 976-ലാണ് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. 976 ലോകത്തിലെ ആധുനിക യൂണിവേഴ്സിറ്റികളിൽ മൂന്നാമത്തേതാണ് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി, തേർഡ് വൺ. 6-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റി നെസ്റ്റോറിയൻ പ്രീസ്റ്റ് ഇറാനിൽ സ്ഥാപിച്ച ജുണ്ടിഷാപൂർ യൂണിവേഴ്സിറ്റിയാണ്. ആ ജുണ്ടിഷാപൂർ യൂണിവേഴ്സിറ്റിയാണ് പിൽക്കാലത്ത് ബൈത്തുൽ ഹിക്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ബാഗ്ദാദിലെ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി, ലോകത്തിലെ ഏറ്റവും ആധുനികമായുള്ള യൂണിവേഴ്സിറ്റി. ഇന്ന് കാണുന്ന ലോകത്തിന്റെ വിജ്ഞാന ശാഖകളെ മുഴുവൻ പരിപോഷിപ്പിച്ച, ശാസ്ത്രത്തെ മുഴുവൻ പരിപോഷിപ്പിച്ച രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി ഉണ്ടാവുന്നതാണ്. ആദ്യത്തെ യൂണിവേഴ്സിറ്റിയിലാണ് പ്രവാചകന്റെ ഡോക്ടറായിട്ടുള്ള ഹാരിസ് ബിൻ ഖൽദാൻ എന്ന് പറയുന്ന ഹാരിസ് ബിൻ ഖൽദാൻ പഠിച്ചത്. ആ യൂണിവേഴ്സിറ്റിയിലാണ്. അദ്ദേഹം അവിടുന്ന് ഡോക്ടറേറ്റ് എടുത്ത അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു, ഹാരിസ് ബിൻ ഖൽദാൻ. ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അന്വേഷിക്കുമ്പോഴാണ് ഏറ്റവും രസകരമായി തോന്നുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകം ലോസ്റ്റ് ഹിസ്റ്ററിയാ, മൈക്കൽ മോർഗന്റെ. ലോസ്റ്റ് ഹിസ്റ്ററിയിൽ മൈക്കൽ മോർഗനെ അൽ ജസീറ TV ഇന്റർവ്യൂ ചെയ്യുന്നു. മോർഗൻ സാഹിബിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം ഈ മൊബൈല് പൊക്കി പിടിച്ചിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ഇതാരോട് കടപ്പെട്ടിരിക്കുന്നു? നിങ്ങൾ ഇത് ബാഗ്ദാദിനോട് കടപ്പെട്ടിരിക്കുന്നു. ബാഗ്ദാദിലാണ് ഇതിന്റെ ആദ്യത്തിലുള്ള അന്വേഷണത്തിന്റെ ഗണിതശാസ്ത്ര ശാഖ രൂപം കൊള്ളുന്നത്. അള്ളാഹുവിനെ അക്കത്തിലൂടെ അന്വേഷിക്കാൻ അൽ-ഖവാരിസ്മി എന്ന് പറയുന്ന ഗണിതശാസ്ത്രജ്ഞൻ 9-ാം നൂറ്റാണ്ടിൽ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ബാഗ്ദാദിലെത്തുന്നു. ബാഗ്ദാദിലെത്തിയ അദ്ദേഹം വരുന്നതിനാ ഗണിതശാസ്ത്രത്തിലെ പുതിയ ഗവേഷണങ്ങൾ വരുത്താനും അന്വേഷിക്കാനും വേണ്ടിയാണ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് അൽ-ഖവാരിസ്മി നാഴികകൾ താണ്ടി ബൈത്തുൽ ഹിക്മ എന്ന് പറയുന്ന ഹൗസ് ഓഫ് വിസ്ഡം എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. ആ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ആരാ? ഹുനൈൻ ബിൻ ഇഷ്ഷാഖ് ആരാ? നെസ്റ്റോറിയൻ ക്രിസ്ത്യാനി. ഹുനൈൻ ബിൻ ഇഷ്ഷാഖിനെ അപ്പോയിന്റ് ചെയ്യുന്ന ഭയങ്കര രസകരമായ കഥയുണ്ട്. അപ്പോ ഇതൊക്കെ എവിടെയാ നടന്നത്? അങ്ങനെ ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം, വല്ലാണ്ട് ദീർഘിച്ചു പോകല്ലേ. ഞാൻ പറയാൻ കാരണം ഈ മാറ്റത്തിന്റെ പുതിയ അന്വേഷണത്തിന്റെ മേഖലകൾ തുറന്നു വന്നിരിക്കുന്നു. അങ്ങനെ അൽ-ഖവാരിസ്മി വന്നപ്പോ വലിയ യൂണിവേഴ്സിറ്റിയാ, ആ യൂണിവേഴ്സിറ്റി ഇല്ലാത്ത പുസ്തകങ്ങളില്ല. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഗണിതശാസ്ത്രമാണെങ്കിൽ ടോളമി ഉണ്ട്, പൈത്തഗോറസ് ഉണ്ട്, അരിസ്റ്റോട്ടിൽ ഉണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ട്രാൻസ്ലേറ്റ്. അന്നത്തെ വേൾഡ് ലാംഗ്വേജ് അറബിക്കാണ്. ഇന്നത്തെ ഇംഗ്ലീഷിന്റെ പദവി അന്ന് അറബിക്കിനെ. അറബിക്കിൽ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ പേർഷ്യനിൽ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് സാധനം, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനൊന്നും അല്ല വന്നത്. ഇവിടെ മറ്റൊരു പുസ്തകമുണ്ട്, കനകൻ എന്ന് പറയുന്ന ഇന്ത്യക്കാരനായ ശാസ്ത്രജ്ഞൻ ഇവിടെ കൊണ്ടുവന്ന വെച്ച ഒരു പുസ്തകമുണ്ട്, ബ്രഹ്മസ്ഫുട സിദ്ധാന്ത.
ബ്രഹ്മസ്ഫുട സിദ്ധാന്ത എന്ന് പറയുന്ന പുസ്തകം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടേക്ക് വന്നത് എന്ന് അദ്ദേഹം പറയാം. ബ്രഹ്മസ്ഫുട സിദ്ധാന്തയില് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി. അദ്ദേഹം വായിച്ചൊരു ഘട്ടെത്തിയപ്പോ ഒരു ചെറിയ ഡോട്ട്, സ്ക്വയർ പോലത്തെ ഡോട്ട് ബ്രഹ്മഗുപ്തൻ തനിക്ക് നിശ്ചയമില്ലാത്ത സ്ഥലത്ത് ഇട്ടേച്ചു പോയിരിക്കുന്നു. തനിക്ക് ഒന്നുമില്ലായ്മയ്ക്ക് താൻ ഇട്ടേച്ചു പോയ ഡോട്ട്സ്, ഹിന്ദു ഡോട്ട് എന്നാണ് മോർഗൻ സാഹിബ് പറയുന്നത്. ഹിന്ദു ഡോട്ട് എന്നാണ്. ഹിന്ദു ഡോട്ട് തന്നെ ചിത്താർത്ഥത്തിലല്ല കേട്ടോ. ഹിന്ദു ഡോട്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഇട്ടേച്ചു പോയ ബ്രഹ്മസ്ഫുട സിദ്ധാന്തയിൽ ഇട്ടേച്ചു വെച്ചതാണ്. ഇതെന്ത് ചെയ്തു ഇദ്ദേഹം? അർദ്ധരാത്രിയിൽ നിന്നിട്ട് നൃത്തമാടാൻ തുടങ്ങി. ഇത് ഇവിടെ എത്തിയപ്പോൾ ആര്? അൽഖവാരിസ് നൃത്തമാടിയപ്പോ ഈ യൂണിവേഴ്സിറ്റിയുടെ മട്ടുപ്പാവിൽ നിന്നിട്ട് ഇയാള് പൊട്ടിച്ചിരിക്കുകയാണ്. ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു, എന്താ ഇത്ര ആവേശത്തോടു കൂടി പൊട്ടിച്ചിരിക്കുന്നു, കൂട്ട് വേണോന്ന് ചോദിച്ചു. അതല്ല, അദ്ദേഹം ഗണിതശാസ്ത്രത്തിലെ ഒരു പുതിയ അർത്ഥതലങ്ങളുള്ള ഒരു ഇതിലേക്ക് ലോകം ജനതയെ പുതിയ രീതിയിലേക്ക് നയിക്കുന്നതിൽ ഒരു കണ്ടുപിടുത്തത്തിന് തുടക്കം കുറിക്കുക. ഈ ഡോട്ട്, ഈ ഹിന്ദു ഡോട്ട് അൽഖവാരിസ്മി പ്ലസിന്റെയും മൈനസിന്റെയും ഇടയിൽ വെച്ച് 0 എന്ന് പറയുന്ന ഒന്നാക്കി മാറ്റി കണ്ടുപിടിച്ച് ലോകത്തിന് നൽകുക ചെയ്തത്. ആ 0 ഇന്നും അറബികൾ ഉപയോഗിക്കുന്നത്. ബ്രഹ്മഗുപ്തന്റെ ഡോട്ടാണ് 0 ഉപയോഗിക്കുന്നത്. ആ സ്ക്വയർ ബ്രഹ്മഗുപ്തന്റെ ഡോട്ട്. അപ്പൊ ഞാനീ പറയുന്നത് ചിന്തകളുടെ പാരസ്പര്യങ്ങള്, കൊള്ളക്കൊടുക്കുകളൊക്കെ അൽജിബറ അൽ മുക്കാബല. അൽജിബറ എന്ന് പറയുന്നത് അറബിക്ക് വാക്ക. അൽജിബറ, അൽഗോരിതം, ആൽക്കഹോൾ, ചാരായം കണ്ടുപിടിച്ച് 2 ഇസ്ലാമിക പണ്ഡിതന്മാരാ. ഞാൻ പറയില്ല. ആരാ കണ്ടുപിടിച്ചത്? അൽക്കിണ്ടി അൽറാസി. ലോക വൈദ്യശാസ്ത്രത്തെ, ആധുനിക അലോപ്പതി മെഡിസിനെ നയിച്ച ആളാണ് അൽറാസി. അവര് കണ്ടുപിടിച്ചത് സ്മോൾ അടിച്ചിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടല്ല, വൈദ്യശാസ്ത്രത്തിനെതിരെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആൽക്കഹോളിനെ. അപ്പൊ ഈ ആൽക്കഹോള്, അൽഗോരിതം, അൽജിബ്ര, ഒരുപാട് സംഭവങ്ങൾ. കെമിസ്ട്രി, അൽക്കീമിയ എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. അപ്പൊ ഇവരൊക്കെ എങ്ങനെ, നമ്മൾ പലതും അറിയുന്നില്ല. ഹൈത്തം ഭ്രാന്തനായിട്ട് അവർ ചിന്തയുടെ ആധിക്യം കൊണ്ട് ശാസ്ത്രത്തിന്റെ, വിജ്ഞാനത്തിന്റെ പുതിയ മണ്ഡലങ്ങളിലേക്ക് കടത്തിയപ്പോഴൊക്കെ അദ്ദേഹം ഒട്ടേറെ സംഭാവന. ഇപ്പൊ ക്യാമറയുടെ ലൈറ്റിങ്ങിനെ കുറിച്ച് അദ്ദേഹം വളരെ വിശദമായിട്ട് പറയേണ്ട. അദ്ദേഹത്തിന്റെ 1020 അദ്ദേഹം പറഞ്ഞു, സൂര്യൻ 19.5 ഡിഗ്രി ഭൂമിക്ക് താഴെ വരുമ്പോ പ്രത്യേക തരത്തിലുള്ള വെളിച്ചം ഭൂമിയിലേക്ക് വരുന്നു. അതാണ് നമ്മൾ പറഞ്ഞ ട്വിലൈറ്റ്. ഞാൻ ഗർഷോമില് ആ സമയമാണ്, എനിക്കതൊന്നും അറിയില്ലായിരുന്നു ആ സമയം. പിന്നെ ഹൈത്തം പറഞ്ഞ സമയമാണെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ പറഞ്ഞ ഈ സമയത്താണ് എനിക്ക് വേണ്ടത്. ആ സമയം ഞാൻ തിരഞ്ഞെടുക്കാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് നാസറുദ്ദീൻ എന്ന് പറയുന്ന കഥാപാത്രം അവസാനം വീട് വിട്ട് ഇറങ്ങി ഉമ്മയുടെ പ്രാർത്ഥനയോടുകൂടി പോകുന്ന രംഗാണ്. അപ്പൊ എന്നോട് അതിന്റെ ക്യാമറാമാൻ പറഞ്ഞു, ഈ സമയം പ്രകൃതിയിൽ 20 മിനിറ്റേ ഉള്ളൂ. നിങ്ങളെ സിനിമ ആ സമയത്ത് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ, സണ്ണി ജോസഫായിരുന്നു കാരണം, നിങ്ങൾക്ക് 3 ദിവസം ഷൂട്ട് ചെയ്യേണ്ടി വരും. ഞാൻ ആ സമയത്തെ ഒരു തരത്തിലും ഒത്തുതീർപ്പിന് തയ്യാറില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ സമയം തന്നെ എനിക്ക് വേണം. ആ സമയം എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു കാലത്തും ഞാൻ മറക്കാത്തൊരു സമയമാണ്. എൻ്റെ പിതാവ് എല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും പ്രവാസത്തിന് വേണ്ടി ഗുരുവായൂരിലേക്ക് ബസ് കയറാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിരുന്നു. ആ ഓർമ്മ, ആ സമയമാണ്. സാധാരണ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന പ്രത്യേക സമയമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്തും വേദന ഉണ്ടാക്കുന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ടാണ് നാസറുദ്ദീൻ ആ സമയം തന്നെ പോകണമെന്ന് പറഞ്ഞത്. ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ആധുനികമായിട്ട് തന്നെ ഒരു ഹൈത്തം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ ഒട്ടേറെ ആളുകൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, കെമിസ്ട്രിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഗബർ എന്നാണ്. സത്യത്തിൽ ഈ ചെയ്തുള്ള ചതി ചില്ലറല്ല. ഈ ചതി എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ അവരുടെ പേരറ്റ ഏതെങ്കിലും സായിപ്പുമാരെ പേരുകൾ തെറ്റെഴുതിയ അപ്പ തല്ലും. ഈ ആളുകളുടെ പേര് മുഴുവൻ തെറ്റിയിട്ട് എഴുതിയുള്ളത്. ഇംഗ്ലീഷുകാർ മുഴുവൻ തെറ്റിയിട്ട് എഴുതിയുള്ളത്. ഗബർ, ജാബിർ ബിൻ ഹയാം, നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഗബർ, അവറോസ്, ബിനു റഷീദ്, അവസിന്ന,
ഇബ്നു സിന്ന, അൽ-റാസി, ജാബിർ ബിൻ ഹയാമിനൊക്കെ ഫാദർ ഓഫ് കെമിസ്ട്രി തന്നെ അവർ പറയുന്നത്. പക്ഷെ ഗബർ എന്നാണ് പറയുന്നത് നമ്മളോട്. അദ്ദേഹമാണ് അൽക്കീമിയ എന്ന വാക്കിൽ നിന്ന് കെമിസ്ട്രി ഉണ്ടാക്കുന്നത്. അദ്ദേഹമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കണ്ടുപിടിക്കുന്നത്, അദ്ദേഹമാണ് നൈട്രിക് ആസിഡ് കണ്ടുപിടിച്ചത്, അദ്ദേഹമാണ് അക്കോറിജ കണ്ടുപിടിച്ചത്. 80ാമത്തെ വയസ്സിൽ മോർഗൻ സാഹിബ് പറയുന്നു, 80ാമത്തെ വയസ്സിൽ പുരികങ്ങൾ മുഴുവൻ കൊഴിഞ്ഞു വീണ് ശരീരത്തിൽ മുഴുവൻ ആസിഡിന്റെ വേർപാടുകളിൽ നിന്ന് തൊലി ഉരിഞ്ഞു പോയി. ഹാറൂൺ അൽ റഷീദിന്റെ പോലീസ് കാവല് നിൽക്കുന്ന ഈ ശാസ്ത്രജ്ഞൻ ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനത്തിന്റെ ഉറവിടം തേടി ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ കെമിസ്ട്രിയിലൂടെ എന്ന് അന്വേഷിക്കുകയായിരുന്നു. ആ ആളുകളാണ് സിനിമ ഉണ്ടാക്കാൻ പാടില്ല, സിനിമ കാണാൻ പാടില്ല, ശാസ്ത്രം ഉണ്ടാക്കാൻ പാടില്ല, കെമിസ്ട്രി ഉണ്ടാക്കാൻ. എവിടെ ഉണ്ടോ ഇസ്ലാം? എവിടെയാ? SIOക്കാർ പിള്ളേരിന്റെ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ്സിന് കൊടുന്നു. അവരാകെ പേടിയാ, എങ്ങനെ സിനിമ എടുക്കുക, ഇസ്ലാമിന് വിരുദ്ധാവുമോ? ഇസ്ലാം എവിടെ വിരുദ്ധാവെന്ന് മാനവികതയുടെ ഉയർത്തുന്ന എല്ലാ സംഗതിക്കും ഇസ്ലാം എതിരല്ലാതെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ആദ്യം പേടിച്ചല്ലോ. വീട്ടിൽ എന്നാൽ എൻ്റെ ഉമ്മ TV കണ്ട അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. കാണില്ല, എൻ്റെ ഉമ്മ കാണില്ല. എൻ്റെ ഉമ്മ സ്കൂളിലൊക്കെ പോയുള്ള ആളാ. എൻ്റെ ഉപ്പ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാം തര സുന്നിയ, ചില്ലറ സുന്നിയല്ല. AP അബൂബക്കർ അങ്ങിരിക്കണം, അതിൻ്റെ അപ്പുറത്ത് എൻ്റെ ഉപ്പാടെ പോയി. അവിടുന്ന് ഞാൻ ഉണ്ടാവണം, അവിടുന്നാണ് സിനിമ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ സിനിമ നരകത്തിലേക്കുള്ള ഒരു വഴിയാണെന്നാണ്. അതെന്താ കാരണം വെച്ചാൽ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഷെയ്ഖിനോടൊക്കെ പറഞ്ഞു, ഒരു ഇത് സ്റ്റില്ലിടുന്നേ പെണ്ണുങ്ങളെ കൂട്ടാക്കില്ല മാധ്യമത്തിൽ പെണ്ണുങ്ങളെ സ്റ്റില്ലൊന്നും ആദ്യം കൊടുത്തിരുന്നില്ല, ഇപ്പൊ കൊടുത്തുന്നുണ്ടോ 2 കുഴപ്പമില്ല, മാറുന്നുണ്ട്, നല്ലതന്നെ, നല്ലതാ, മാറുന്നതല്ല. ഇവിടെ ഇപ്പോൾ കുട്ടികളൊക്കെ നല്ല ജോറായിട്ട് പ്രസംഗിച്ചു സ്വത്തവകാശത്തെ കുറിച്ച്. ഇത് വലിയ സന്തോഷമായി. ഇവര് ഒരു ജനത എങ്ങനെയാണ് പുതിയ മാനവികതയിലേക്ക് വരുന്നത്? കഴിഞ്ഞ 40 വർഷമായിട്ട് കേരളത്തിൽ സംഭവിച്ചത് എന്താണ്? വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റം. കുടുങ്ങിപ്പോയിരിക്കുക അവരൊക്കെ, എല്ലാവരും കുടുങ്ങിയിരിക്കുക. ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി, കുടുങ്ങിക്കിടക്കുക. ഈ കുട്ടികളൊന്നും ഇവർ വിചാരിക്കുന്നതിലൊരിയല്ല. ഇവർ ഇന്റർനെറ്റ് കഫേ പോവും, സിനിമ കാണും, ഡാൻസ് കാണും, ഒക്കെ കാണും. എന്താ പ്രശ്നം? 10ാം നൂറ്റാണ്ടില് ബാഗ്ദാദില് പാട്ട് പാടാൻ തിയേറ്റർ ഉണ്ടായിരുന്നു, കഥ പറയാൻ തിയേറ്റർ ഉണ്ടായിരുന്നു, ഡാൻസിന് തിയേറ്റർ ഉണ്ടായിരുന്നു. അറിയോ നിങ്ങൾക്ക്? അവിടുത്തെ ഒരൊറ്റ ലൈബ്രറി ഷിഫ്റ്റ് ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥൻ, ജുഡീഷ്യറി ഉദ്യോഗസ്ഥനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജോലി ട്രാൻസ്ഫർ ആയപ്പോ 400 ഒട്ടകം വേണമെന്നാ പറഞ്ഞത് ആ ലൈബ്രറി ചെയ്യാൻ. എന്നിട്ട് ആ ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ നമ്മളെ ആൾക്കാർ. ഈ ആദ്യ ആൾക്കാരോട് എന്ത് പറഞ്ഞ നേരാവാനാ? അപ്പൊ അവരൊക്കെ വിട്ട് മുന്നോട്ട് പോവുക. ലോകത്തിന്റെ മാനവികത നയിച്ച ഒരു മതമായിരുന്നു ഇസ്ലാം. ഇസ്ലാം ഉണ്ടാകുന്ന കാലം, ഞാൻ ഇസ്ലാമിനെ പറയാൻ കാരണം ഇസ്ലാമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ലോകത്തെ ഡിസ്കസ് ചെയ്യുന്നുള്ള മതം എന്നുള്ളത് കൊണ്ടാണ്. ഇസ്ലാം ഉണ്ടാകുന്ന കാലത്ത് ഒരു കാര്യങ്ങൾ ആലോചിക്കേണ്ടത്, ഇസ്ലാം ഉണ്ടാകുന്നത് അത്ര എന്താ പറയാ അന്ധകാരത്തിലുള്ള ഒരു കാലഘട്ടത്തിലല്ല. അരിസ്റ്റോട്ടില്, സോക്രട്ടീസ് മുതലായ ചിന്തകന്മാരുണ്ടായിരുന്നു, മതങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആധുനികമായിട്ടുള്ള ആ മതങ്ങളുടെ ഇടയിൽ ഒരു മതം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ശാസ്ത്രത്തിനും വിജ്ഞാനത്തിനും പങ്കില്ലാത്തൊരു മതം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇബ്നു റഷീദ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഖുർആൻ ദൈവത്തിൽ നിന്ന് ആരംഭിക്കാഞ്ഞത്? എന്താണ് പ്രവാചകനെ അഭിസംബോധന ചെയ്ത് ആരംഭിക്കാഞ്ഞത്? എന്താണ് മാലാഖമാരെ അഭിസംബോധന ചെയ്ത് ആരംഭിക്കാഞ്ഞത്? വിജ്ഞാനത്തെയാണ് ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത്. വിജ്ഞാനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ വിജ്ഞാനത്തിന് ഒരു കാലത്ത് എതിരായിരുന്നില്ല. അക്കാലത്ത് ജലസേചനം വരുന്നത് ഇസ്ലാമില് വരുന്ന ദർശനത്തിന്റെ ഭാഗമായിട്ടാണ്. എല്ലാ മതങ്ങളും ശൂന്യതയിൽ നിന്ന് ലോകത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ദ്രവ്യത്തിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിച്ചത്, സംശയമില്ല. അരിസ്റ്റോട്ടലും അതിനെ പറഞ്ഞു, ദ്രവ്യത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. അത്രയും ശാസ്ത്രീയമായിട്ടുള്ള സംശയമൊക്കെ ഞാൻ വായിച്ചുള്ള ഓറോസിലാണ് കേട്ടോ. ഞാനത് വേറെ ഷെയ്ക്കൊക്കെ ചെയ്ത് തർക്കിക്കാൻ വരട്ടെ, ഞാൻ വിവരം കുറഞ്ഞ ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ലോക വിജ്ഞാന രംഗത്ത് ഒട്ടേറെ കാതൽ അസ്ട്രോണമി വികസിച്ച് ഇസ്ലാമിന്റെ കാലത്ത്. കാരണം അതാണ് ശാസ്ത്രത്തെ സമീപിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു തടസ്സവുമില്ല എന്ന് പറഞ്ഞ മതമാണ്.
കാരണം എന്താ, ആ മതത്തിന്റെ ഫണ്ടമെന്റലായിട്ട് സൃഷ്ടിയെയും സൃഷ്ടാവിനെയും വേർതിരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ അന്വേഷിക്കാനുള്ള മനുഷ്യന്റെ ഇച്ഛകൾക്ക് അത് എതിരല്ല എന്ന്. എവിടെ അന്വേഷിച്ചാലും നിങ്ങൾ വരുന്നത് എന്നിൽ. തീർന്നില്ല കേസ്. നിങ്ങൾ എന്ത് ദുരൂഹതകളെ കുറിച്ച് അന്വേഷിച്ചോ, പ്രപഞ്ചത്തിലെ എന്ത് പിന്നെ നിശ്ചയമില്ലാത്ത അല്ലെങ്കിൽ അവ്യക്തതയെക്കുറിച്ച് അന്വേഷിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ അസ്തിത്വത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ചിന്തകളെ പോയോ, അപ്പോഴും നിങ്ങൾ എത്തുക എന്നിൽ തന്നെ. അങ്ങനെയാണ് ഈ സ്പെയിനിൽ ജലസേചനം വരുന്നത്. നദി ദൈവമല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടാണ് ജലസേചനം വരുന്നത്. ഈ ഒരു ഇതിന്റെ ഈ ചിന്ത നോർത്ത് ആഫ്രിക്കയിൽ നിന്നാണ് തുടങ്ങുന്നത്. നോർത്ത് ആഫ്രിക്ക അതിശക്തമായിട്ടുള്ള മോഡേൺ ചിന്തകൾ കൊണ്ട് അതിന്റെ വേരുകളിൽ നിന്ന് തന്നെയാണ് പുതിയതായിട്ട് ഉഴുന്നെടുക്കുന്നത്. അവിടെ നിന്ന് തന്നെയാണ് മുല്ലപ്പൂ ഉണ്ടാവുക, സംശയമല്ല. മുല്ലപ്പൂ വിരിയ അവിടുന്ന് തന്നെയാണ്. മുല്ലപ്പൂ ഇനിയും വിരിയും, എല്ലായിടത്തും വിരിയും. ആദ്യം വിരിയാൻ പോണ സൗദി അറേബ്യയില. ഞാനേ പോയിട്ട് ബേജാറായി പോയി. എന്തൊരു നാടാത് മനുഷ്യനില്ല, വിഷമാണ്. ഇത് റെക്കോർഡിയണ്ട. നമ്മൾ ഇതൊക്കെ അല്ലേ വായിക്കുന്നത്? ഇത്തരത്തിലുള്ള ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് ഇതൊക്കെ അല്ലേ. ഞാന് 60 കൊല്ലം മുമ്പ് ജീവിക്കുന്ന ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ മുഹമ്മദ് റഹ്മാൻ സാഹിബിന്റെ ജീവിതത്തെ സിനിമയാക്കുമ്പോൾ ഞാൻ ആ ഭാഗത്താണ്, ആ കാലഘട്ടത്തിലാണ്. കാലിക്കറ്റിലെ വ്യാപാരികളല്ലേ സ്വാതന്ത്ര്യ സമരത്തെ പിന്താങ്ങിയത്. അതിന് വലിയ വിഭാഗം മുസ്ലിം സമുദായമായിരുന്നു, വലിയ സമുദായം. അവിടെ ഒരു തരത്തിലുള്ള തമ്മിലുള്ള വഴക്കുകൾ ഉണ്ടായിരുന്നില്ല. GS വെങ്കടാചലയ്യർ എന്ന് പറയുന്ന ആളാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന് 1934 മത്സരിക്കാൻ കാർ കൊടുക്കുന്നത്. ഞാൻ കോഴിക്കോട് വെച്ചിട്ട് ആ സിനിമ അനൗൺസ് ചെയ്ത് രാത്രി വീട്ടിൽ വന്നപ്പോൾ 80 വയസ്സായ ഒരാൾ, ആദ്യയാളെ ശബ്ദം ഭയങ്കര പരുക്കനായി. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ PT കുഞ്ഞു മുഹമ്മദാണ്. ശബ്ദം സാധാരണ നിലയിൽ അങ്ങനെയൊക്കെ വന്നാൽ ഞാനും അടക്കണ ഒരു കേസാണ്. അപ്പോ ഞാൻ വിശ്വനാഥ അയ്യർ, 80 വയസ്സായി. അപ്പൊ പിന്നെ നമ്മൾ താന്നു ഇല്ല അവിടെ തർക്കം എന്താണാവോ. നിങ്ങളെ പേരൊന്ന് ഞാൻ TV കണ്ടു, നിങ്ങളേക്ക് പരിചയമൊന്നുമില്ല. ഓ സന്തോഷം. നിങ്ങളൊരു സിനിമ പിടിക്കാൻ പോകുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചിട്ട്. ഞാൻ പറഞ്ഞു ആ ശരിയാണെന്ന്. ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കാൻ വിളിച്ചതാണ്. എൻ്റെ സന്തോഷത്തിന് അതിരില്ല. എൻ്റെ അച്ഛൻ്റെ ആത്മമിത്രമായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. GS വെങ്കടാചലർ അയ്യർ എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര്. എൻ്റെ അച്ഛനെ നിങ്ങൾ കഥാപാത്രമാക്കണം. നമ്മൾ ഇല്ലാതാവുന്ന ചില സന്ദർഭങ്ങളില്ലേ. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടുണ്ടാവും. നിങ്ങളൊരു വീട് ഞാൻ നോക്കിയിട്ട് ഞാനൊന്ന് ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചോട്ടെ. ഞാൻ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ചെയ്യുന്നത്? 3 പെൺകുട്ടികളാണ്, അവരെ കെട്ടിച്ച് ഒരാളെ നിങ്ങൾക്ക് അറിയായിരിക്കും. ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനൊന്ന് ഞെട്ടി. അയാളെ ബെഞ്ചിലായിരുന്നു എൻ്റെ ഇലക്ഷൻ കേസ് RP മേതുറ്റി കൊടുത്തത്. ഞാൻ അയാളെ മുമ്പിൽ കയ്യും കെട്ടി കുറേ തന്നില്ല. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അദ്ദേഹം വലിയ വ്യാപാരിയായി. 1921 അദ്ദേഹം അവിടെ ഒട്ടേറെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അൽബറാമി കുടുംബങ്ങൾ, ഒരുപാട് ആളുകൾ. നമ്മൾ അന്വേഷിക്കുമ്പോൾ, ചരിത്രത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ, ചരിത്രം നമ്മൾ പുനഃസൃഷ്ടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ പുതിയ മാനവികതയെ നമുക്ക് അന്വേഷിക്കേണ്ടി വരുന്നു. ആ മാനവികതയിൽ നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. കേരളം പോലുള്ള ഒരു സംസ്ഥാനം, വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം, കഴിഞ്ഞ 40 വർഷം കൊണ്ട് കേരളം മാറിയതിൻ്റെ കണക്കെടുത്താൽ, ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഒരൊറ്റ കണക്കെടുക്ക്. വല്ലാണ്ട് കണക്കിനൊന്നും പോകണ്ട. നിങ്ങൾ ഒരൊറ്റ കണക്കെടുക്ക്. നിങ്ങളുടെ പാർട്ടി മെമ്പർമാർ, എല്ലാ പാർട്ടി മെമ്പർമാരുടെ ഒരു കണക്ക്. നിങ്ങൾ താമസിക്കുന്നത് സുഹൃത്തെ 450 സ്ക്വയർ ഫീറ്റോ അതിന് മീതെയുള്ള വീട്ടിലാണോ? നിങ്ങളെ വീട്ടിൽ ഒരു TV ഉണ്ടോ? നിങ്ങളെ വീട്ടിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ? നിങ്ങളെ വീട്ടിൽ ഗ്യാസ് ഉണ്ടോ? നിങ്ങളെ വീട്ടിൽ ഒരു കട്ടിലുണ്ടോ? നിങ്ങളെ വീട്ടിൽ മൊബൈലുണ്ടോ? നിങ്ങളെ വീട്ടിൽ സൈക്കിളിന് മീതെയുള്ള വാഹനമുണ്ടോ?
കേരളത്തിലെ 80% വീടുകളിലും ആളുകൾ പറയുന്നുണ്ട് എന്ന് പറയും. ഇത് തന്നെ തമിഴ്നാട്ടിൽ പോയി ചോദിച്ചാലോ ബംഗാളിൽ പോയി ചോദിച്ചാലോ 50% പോലും ഇല്ല എന്ന് പറയും. 40 കൊല്ലം മുമ്പ് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഒരാളെ വീട്ടിലും ഇല്ല എന്ന് നിങ്ങൾ എല്ലാവരും ഒരിട്ടൊന്ന് കൈയ്യടി പറയും. സക്കീറിൻ്റെയൊക്കെ അറിയില്ല, വലിയ മലയാളി അറിയില്ല. പക്ഷെ എനിക്കറിയാവുന്നതായിട്ട് പറയല്ല, ഞാൻ പറഞ്ഞ അറിയില്ല. പക്ഷെ ഇതായിരുന്നു കേരളം. ഈ കേരളത്തെ മാറ്റി പുതിയ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിർത്തുമ്പോൾ അതിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് മലയാളി എന്ന ഒരു പുതിയ നമ്മുടെ അസ്തിത്വത്തെ തൊടുന്ന ഒരു പദമാണ്, ഭാഷയാണ്. മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു പിഴവെന്താണെന്ന് വെച്ചാൽ മലയാള ഭാഷ ഇൻഫീരിയർ ആണ് എന്ന് തോന്നലാണ്. ഒരു മാനവികത എപ്പോഴാണ് തുടങ്ങുന്നത്? സ്വന്തം ഭാഷയെക്കുറിച്ച്, സ്വന്തം സംസ്കാരത്തെക്കുറിച്ച്, സ്വന്തം ജീവിതത്തെക്കുറിച്ച് നമുക്ക് അഭിമാനം ഉണ്ടാവുമ്പോഴാണ്. മലയാള ഭാഷ 57 ഭാഷാ സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഞാൻ പറയുന്നു, ആ ഭാഷാ സംസ്ഥാനം രൂപീകരിച്ച് ആ ഭാഷ ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഷയായപ്പോൾ ആ ഭാഷയെ വിപുലപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളിൽ പ്രധാനമായിട്ട് ആ ഭാഷ ഇൻഫീരിയർ ആണെന്ന് ആ ഭാഷ മോശം, അതിനേക്കാൾ കേമാണ് സാഹിബിന്റെ ഭാഷ. മുസ്ലിംസ് ആ ഭാഷ പഠിക്കാൻ, ഇംഗ്ലീഷ് പഠിക്കാൻ കൂട്ടിയേക്കില്ല. കഷ്ടകാലത്തിന് അവർ മലയാളവും പഠിക്കാൻ കൂട്ടാക്കിയില്ല. ആണ് അവർക്ക് പറ്റിയൊരു ഒരു പിഴവാണ്. അപ്പോൾ അത് മാറുക. ഭാഷയിൽ മുഖ്യധാരയിൽ വരിക എന്നുള്ളത് തന്നെയാണ് ന്യൂനപക്ഷങ്ങളുടെ പ്രധാന കടമ. മുഹമ്മദ് റഹ്മാൻ ചെയ്തതാണ്. മുഖ്യധാരയിൽ വന്ന് നിലയുറപ്പിക്കാതെ നിങ്ങൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയുമ്പോൾ നിങ്ങളാരും ശ്രദ്ധിക്കില്ല. നിങ്ങളാരാ ശ്രദ്ധിക്കുന്നത്? ഇവിടുത്തെ മുന്നോക്ക വിഭാഗങ്ങൾ മുഴുവൻ ചെയ്തെന്താ? മുഖ്യധാരയിൽ വന്നു, അവരുടെ ജീവിതം നിങ്ങളുടെ മുന്നിൽ വെച്ചു, അവരുടെ കലകൾ നിങ്ങളുടെ മുന്നിൽ വെച്ചു, അവരുടെ ഫിലോസഫി അവർ മുന്നിൽ വെച്ചു. അവർ വളരെ കേമപ്പെട്ട സമൂഹമായിട്ട് വളരെ ചെയ്തു. ഞാൻ നിർത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമൂഹമായിട്ട് മാറേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അപ്പോൾ മുഖ്യധാരയിൽ വരിക. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞ് ഇത് തുടങ്ങുകയാണ്, ചാനൽ തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞ സന്തോഷം, സ്ഥലത്ത് വെച്ചിട്ട് കണ്ടതാ. ഈ കേസ് ഈ ചാനൽ തുടങ്ങാൻ പോവുക. അവിടെ ഇപ്പോൾ റാത്തീബനെ എഴുതിയിട്ട് നേരം കഴിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മാറുകയാണ്. ലോകത്ത് മുഴുവൻ പുതിയ ഫത്വകൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ മുഖ്യധാരയിലില്ലെങ്കിൽ നിങ്ങൾ തീവ്രവാദികൾ, ഈ നാടിനെ ഒറ്റിക്കൊടുക്കുന്നവർ, ഇത്തരത്തിലുള്ള പേരുകൾ കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഏറ്റവും അതപ്പതിച്ചൊരു ജനതയായിട്ടാണ് മറ്റുള്ളവർ കാണുക. നമ്മളടക്കം. ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇത് ചെയ്യാം. ഞാനൊരു ദിവസം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലിരിക്കുക, വണ്ടി വരാൻ പയ്യൻ അവന് ഈ മീശ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ട്, താടിയുണ്ട്. അത് കണ്ട ഈ നമ്മളെ ഈ ഇവരില്ലേ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? അല്ലാന്ന് നമ്മളെ എല്ലാ പള്ളിയിലും എപ്പോഴും രാത്രി ഇതൊക്കെ ആയിട്ട് വെറും മതപ്രചരണമായിട്ടാണ്. തബലീഗാണ് എനിക്ക് തോന്നി. ഇപ്പം ഒരു ബ്രീഫ് കേസ് കൊടുന്ന് എൻ്റെ അടുത്ത് വെച്ച്, അപ്പോൾ നമ്മളെ TP ശ്രീനിവാസ് ഉണ്ട്, നമ്മളെ ഏഷ്യാനെറ്റിൽ IFS ആയിരുന്ന അംബാസഡറൊക്കെ ആയിരുന്ന അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്ന വർത്താനമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ ഈ ബാഗ് വെച്ചിട്ട് അപ്പുറത്തേക്ക് എന്തോ വാങ്ങിക്കാൻ പോയി. ഞാനിങ്ങനെ ഇരുന്ന് വയർക്ക്, അതിൻ്റെ ഉള്ളിൽ ബോംബാണോ എന്നറിയാം. സത്യം ഉണ്ടായതാണ്. ഇദ്ദേഹം എന്നോട് ചോദിക്കണ്ട, എന്താ വീട്ടിൽ അങ്ങോട്ടും ഒന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കുകയാണ്. എന്ത് പറയാൻ പറ്റും ഇയാളോട്? കുറച്ച് കഴിഞ്ഞിട്ട് കാണാണ്ടായപ്പോൾ എനിക്ക് ഇരിപ്പെരുങ്ങില്ലാണ്ടായി. ഇയാളെ ഭാര്യയുണ്ട്, ഇനി കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിയാലോ പറയാൻ പറ്റില്ല. ഞാൻ മെല്ലെ ചെന്ന് നോക്കുമ്പോൾ അവൻ എന്തോ ജ്യൂസൊക്കെ വന്നിട്ട് അടിച്ച് സ്റ്റൈലിൽ നിൽക്കുക. ഞാൻ പറഞ്ഞു വാ എന്ന് പറഞ്ഞു. ചെറിയ മോനെ വിളിച്ചു കൊടുത്തിട്ട് ഞാൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താ എടുക്കാണ്ട് പോയി? എൻ്റെ താടി തന്നെ കണ്ടപ്പോൾ പേടിയായി. ഇത് വല്ല ബോംബാണെന്ന് ചോദിച്ചിട്ട് ഞാൻ എന്നെ ഓടി വന്ന് വിളിച്ചുകൊണ്ടു. അവനും ചിരിച്ച്, ഞാനും ചിരിച്ച്, എല്ലാവരും. ഇത് നമ്മളിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. ഞാൻ വീണ്ടും അബ്ദുറഹ്മാൻ സാഹിബിനെ പറയുന്നു, മുസ്ലിം മതവിഭാഗങ്ങൾക്ക് ഒരു ശത്രുവുണ്ടെങ്കിൽ ഇസ്ലാം മതം വിധിപ്രകാരം പാലിക്കാത്തവരാണ് എന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇസ്ലാമിന്റെ ശത്രു ഇസ്ലാം മതപ്രകാരം ജീവിക്കാത്തവരാണ്. ഞാൻ പറഞ്ഞ ഈ പരിപാടിയല്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, സിനിമ എടുക്കാൻ പാടില്ല, ആ മതമല്ല. ഞാൻ പറയണ പദം ലോകത്തിനെ വിശാലതയിലേക്ക് നയിച്ച
മാനവികതയിലേക്ക് നയിച്ച, ശാസ്ത്രത്തിലേക്ക് നയിച്ച, ആധുനിക മനുഷ്യ സൃഷ്ടിയിൽ വലിയ പങ്ക് വഹിച്ച ആ മതത്തിലെ അനുയായികളായിട്ടുള്ള ആളുകൾ പെരുമാറുമ്പോൾ മറ്റ് മതസമൂഹങ്ങൾ, അൽഖവാരിസ്മിയെ പോലെയുള്ള ആളുകൾ, ഹുനൈൻ ബിൻ ഇഷാഖിനെ പോലെയുള്ള ആളുകൾ ഒക്കെ നമുക്ക് കാണിച്ചു തന്ന ഒട്ടേറെ വഴികളുണ്ട്, ചിന്തകളുണ്ട്. ഇതൊക്കെ ഉയർത്തിക്കൊണ്ടല്ലാതെ മാനവരാശിക്ക് ഒരു തരത്തിലുള്ള പുരോഗതി ഉണ്ടാവില്ല. വികസനം എന്ന് പറയുമ്പോൾ അത് മാനവിക വികസനം എന്ന് പറയുമ്പോൾ കൾച്ചർ തന്നെയാണ്. മുഖ്യധാരയിലേക്ക് കൾച്ചറിനെ കൊണ്ടുവന്ന് തങ്ങളുടെ ജീവിതവും തങ്ങളുടെ ദർശനങ്ങളും ഒക്കെ മറ്റുള്ളവരെ കാണിക്കുമ്പോഴാണ് എത്രയോ മഹത്തായിട്ടുള്ള ജീവിതമാണ് എൻ്റെ സഹസമൂഹങ്ങളും ജീവിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് തോന്നുക. അതുകൊണ്ടാണ് ഞാൻ സിനിമ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കാണാൻ വന്നത്. അത്തരത്തിലുള്ള ചിന്തകൾ ഉയർത്തിപ്പിടിക്കാനും പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.